നീ മിണ്ടരുത്. അമ്മ എന്തായി പറയുന്നത്? രമ്യേ, രുക്മിണിക്ക് പറയാനുള്ളത് പറയട്ടെ. പറയും. ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയാണെന്ന് പറഞ്ഞാലും മുഖത്ത് നോക്കി പറയാനുള്ളത് പറഞ്ഞാ രുക്മിണിക്ക് ശീലം. എത്ര നിർഗുണനാണെങ്കിലും നിങ്ങളുടെ മകൻ ദീപകിനെ കൊണ്ട് ഇവളെ കെട്ടിക്കണോന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് സന്തോഷായിരുന്നു. കാരണം അവന് 10 തലമുറയോളം ലാവിഷായിട്ട് കഴിയാനുള്ള ആസ്തിയുണ്ട്. ആ രാജുവിന്റെ കൂടെ ഇവളെ ഇറക്കി വിടുന്ന കച്ചവടത്തിലെ രുക്മിണിക്ക് നഷ്ടമേ ഉണ്ടാവും. ആ ഒരു നീറ്റലേ എനിക്ക് നന്നായിട്ടുണ്ട് അംബികെ. അപ്പോ ഏത് നിമിഷം വേണമെങ്കിലും രുക്മിണി രാജുവിന്റെയും രമ്യയുടെയും വിവാഹ കാര്യത്തിൽ കൂറുമാറിയേക്കും അല്ലേ? ദേ, ഇവളുടെ നിർബന്ധം കൊണ്ടാ. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടും കൊള്ളാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് രാജുവിന് ആരെങ്കിലും പെണ്ണു കൊടുക്കോ? ഒരിക്കലും പട്ടിണിയും പരിവട്ടവും മാറാത്ത ഒരു ഗതികെട്ട കുടുംബം. ആദർശം പറയാനാണെങ്കിൽ 100 നാവും. എന്റെ മോളുടെ തലവിധി. അല്ലാതെ എന്തു പറയാനാ? രുക്മിണിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന രാജുവിനെ രുക്മിണിയുടെ മകളെ കൊണ്ട് തളയ്ക്കാനുള്ള എന്റെ ഉദ്ദേശം നടക്കുമെങ്കിൽ രുക്മിണിയുടെ ഈ വിഷമം മാറ്റേണ്ടത് എന്റെ കടമയാ. അംബികമ്മയുടെ എന്തായി പറയുന്നത്? ദേ രമ്യ, ഞങ്ങള് മുതിർന്നവര് സംസാരിക്കുന്നുണ്ടല്ലോ, നീ കുറച്ചുനേരം സമാധാനമായി മിണ്ടാതെ നിക്ക്. രുക്മിണി, നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും ഇപ്പോ ഇവൾ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന അതേ സുഖത്തിലും സന്തോഷത്തിലും ഇവള് മുന്നോട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെ. രുക്മിണി നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ആളാണെന്ന് എനിക്കറിയാം. എനിക്ക് ചെയ്തു തരുന്നതിനൊന്നും പ്രതിഫലമായിട്ടല്ല, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ രുക്മിണിക്കൊരു തുക നൽകാം. രുക്മിണി ആ തുക മകൾക്ക് നൽകുകയോ മകൾക്ക് ബിസിനസ് തുടങ്ങാൻ നൽകുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ തരുന്ന തുക രമ്യക്ക് നൽകണമെന്ന ഒരു നിബന്ധന മാത്രമേ എനിക്കുള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. നീ ഒന്ന് ചുമ്മാതിരിക്കടി. അംബികെ, പറയ്, എത്രയാ അംബിക തരാൻ ഉദ്ദേശിക്കുന്ന തുക? അമ്മേ, രമ്യ, ഞാൻ പറഞ്ഞില്ലേ, ഇതെന്റെ സന്തോഷത്തിന് പൂർണ്ണ മനസ്സോടെ ഞാൻ തരുന്ന തുകയാണ്. രുക്മിണി, 50 ലക്ഷം. 50 ലക്ഷം രൂപ ഞാൻ തരാം. സന്ദീപേ, ഞാൻ പറഞ്ഞല്ലോ, പൂക്കളെല്ലാം ഫ്രഷ് ആയിരിക്കണം. പിന്നെ വാടിയ പൂക്കളോ പ്ലാസ്റ്റിക് പൂക്കളോ കൊണ്ടുള്ള ഒരു ഡെക്കറേഷനും പാടില്ല. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എന്തിനാ നീ കോള് കട്ട് ചെയ്ത് കളഞ്ഞത്? നിന്നെ ഇവിടെ ആരും ഒന്നിനും തടയുകയോ തടസ്സം പറയുകയില്ലല്ലോ. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നീ ചെയ്യുന്നു. നീ ചെയ്തോ? എന്നെ കണ്ട് കോള് കട്ട് ചെയ്ത് ബഹുമാനം കാണിക്കാനോ അതോ ഞാൻ വഴക്ക് പറയുന്ന ഓർത്തിട്ടോ? അച്ഛാ, ഞാൻ വേണ്ട രാജു, നിന്റെ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ ഒരു കാര്യം നിന്നോട് അച്ഛന് പറയാനുണ്ട്. മോനെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുള്ള വിശ്വാസം അത് വളരെ വലിയ മഹത്തായ കാര്യമാണ്. അത്രയും സുഖസൗകര്യങ്ങൾക്കിടയിൽ വളർന്ന ആ മന്ത്രിപുത്രിയുടെ മനസ്സിൽ നിന്നോടുള്ള വിശ്വാസത്തിന്റെ വിത്ത് പാകിയത് നീ തന്നെയാണ്. കരയാതമ്മേ. രുക്മിണി ആന്റി എന്ത് പാവാ, അല്ലേ അച്ഛാ? രുക്മിണി വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. വേറെന്താ വേണിച്ചേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മകൾ രമ്യയുടെയും രാജുവിന്റെയും വിവാഹം കാണണം. അല്ല, ഇത്ര വേഗം വിവാഹം നടത്തുക പറഞ്ഞ എങ്ങനെയാ? അയ്യോ, കല്യാണ ചെലവിന്റെ കാര്യമൊന്നും ഓർത്ത് രാധമ്മ വേണമെങ്കിലും വിഷമിക്കണ്ട. അതൊക്കെ അമ്മ നോക്കിക്കോളും, അല്ലേ അമ്മേ? അംബിക മേഡം തരുന്നതിന്ന് കുറച്ചെടുത്ത് ചെലവാക്ക്. 1 കോടി എന്നുള്ളത് സംസാരിച്ച് ഞാനൊരു 1.5 ആക്കാം. ആണോ?
അതേനെ, കല്യാണ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങള് ചെക്കനെ ഞങ്ങൾക്ക് തന്നാ മതി. ഏയ് അതൊന്നും ശരിയാവില്ല. ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അതെ, എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ അനിയന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവൻ ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. പ്രിയേ, മുതിർന്നവര് സംസാരിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കരുതെന്ന് നിന്നോട് എത്ര വട്ടം പറയുന്നുണ്ടോടി? അളിയൻ എന്തിനാ ചേച്ചിയെ വഴക്ക് പറയുന്ന? ചേച്ചി പറയുന്നത് കാര്യമില്ലേ? എന്ത് കാര്യം? അളിയനെ കഴിയുന്നേ എന്തിന്? കഴിക്കതാ ഇത് വാ. ഏയ്, അളിയ വിട്ടെ. ചുമ്മാ ഇരി. ആ, ഏയ്, അളിയ ദേ, ഞാൻ വാക്ക് തരുന്നു. രുക്മിണി ആന്റി, അളിയ നിങ്ങൾ പറയുന്ന മാസം, അമ്മ. പറയുന്ന തീയതി, പറയുന്ന മുഹൂർത്തത്തിൽ. വിട്ടെ. ജയ, നീ എന്തായി കാണിക്കുന്നത്? ഏയ്, അച്ഛാ, എടുത്തയാളല്ലേ? രുക്മിണി ആന്റിക്കും രമ്യക്കും സന്തോഷായില്ലേ? ഇന്ന് നിങ്ങൾ വീട്ടിലേക്കല്ലേ? ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ആ, ചെല്ലുന്നേ, ധൈര്യമായിട്ട് ചെല്ലേ. ആ, സ്ത്രീയുടെ ഹരീഷിന്റെ കാര്യം മറക്കല്ലേ. രാധമേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്രീയുടെ കാര്യത്തില് വിഷമിക്കണ്ട കേട്ടോ. ആ കാര്യത്തിന് നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം. രാജു, ഞങ്ങൾ ഇറങ്ങാം. ഞാൻ വിളിക്കാം.